ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ച് നമുക്ക് നോക്കാം. ഇന്നലെ വന്നിട്ട് 79ാമത്തെ ദിവസമായിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ട് ഷാനവാസ് അനുമോളാണല്ലോ വെസൽ ടീമിലെ ആൾക്കാർ. രാവിലെ എണീറ്റിട്ട് കിച്ചണിലേക്ക് വരുമ്പോഴേക്കും നിറയെ പാത്രങ്ങൾ കാണുന്നു. ഇവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണ് ഇവർ കിടന്നിരിക്കുന്നത്. നൈറ്റ് ആയിരിക്കും വന്നിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പാത്രങ്ങളൊന്നും ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ക്ലീൻ ചെയ്യേണ്ട, നമ്മളെല്ലാം ക്ലീൻ ചെയ്യേണ്ട, നമ്മളെ പണികളൊക്കെ കഴിഞ്ഞില്ലേ, എക്സ്ട്രാ ഉണ്ടാക്കണവർ അവരെന്നെ കഴിക്കോട്ടെ, എല്ലാം അങ്ങോട്ടേക്ക് വെക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിനോട്. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജോലികൾ മാത്രം അത് മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. കറക്റ്റായിരുന്നല്ലോ. ഇവരിങ്ങനെ കഴുകണവർക്ക് ഇങ്ങനെ കഴുകുക, ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക, പാത്രം അവിടെ വെച്ചിട്ട് പോകുക. ഇതാണ് അവിടുത്തെ പണി. പിന്നെ ഈ ക്യാപ്റ്റന്മാർ ചേർന്നിട്ട് കുറച്ച് ചെറിയ വഴക്കൊക്കെ ഉണ്ടാവണം. നെവിന് അവിടെ ആര്യൻ ഉള്ളി പിടിച്ചത് പോരാന്ന് പറഞ്ഞിട്ട് നെവിനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ പ്രസ് മീറ്റിങ്ങിൻ്റെ ഡെമോ എല്ലാവരും കാണിച്ചു കിട്ടും. നന്നായിരുന്നു. ഓരോരുത്തരും ആ പറയണത്, നമ്മൾ ആ പ്രസ് മീറ്റിംഗ് വെച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് എങ്ങനെ ആൻസർ പറയണം എന്നുള്ള രീതിക്ക് നന്നായിരുന്നു. അത് ഇന്നലെ പ്രസ് മീറ്റിങ്ങിൻ്റെ ആ ഡെമോ കാണിച്ചത്. പിന്നെ ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ടാസ്ക് നടന്നു. സെക്കൻഡ് ടാസ്ക് ആയിരുന്നു ഇന്നലെ. ഒരു വീല് പോലെ ഉണ്ടാവും കേട്ടോ, വീല് പോലെ. അതിനിങ്ങനെ തിരിക്കണം, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കണം. അവരും ചേർന്നിട്ട് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ തിരിയണം. തിരിഞ്ഞിട്ട് തിരിച്ച റൗണ്ടായിട്ടുള്ള അതിനെടുത്തിട്ട് അങ്ങോട്ടേക്ക് വെക്കണം. വലിയൊരു സാധനം തന്നെയാണ്. നല്ല വെയിറ്റ് ഉണ്ടാവും. വീല് പോലെ ഉണ്ടാവും. അത് തിരിച്ചിട്ട് വീല് പോലെ തന്നെ ഉണ്ടാവും. അതിനടുത്ത് അങ്ങോട്ട് വെക്കണം. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടാവും. അതിലൊരു ടാസ്ക്കാണ് അത്. ഇതെടുത്തിട്ട് എല്ലാവരും അതിൽ വെക്കണം. കറക്റ്റായിട്ട് സ്റ്റിക്ക് എടുത്തിട്ട് എല്ലാവരും അതിൽ വെക്കണം. ആ ചിത്രത്തിൽ ഒരിക്കൽ നോക്കണം, ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് അതിൽ ഒട്ടിക്കണം. അതായിരുന്നു എൻ്റെ ടാസ്ക്. ആദ്യം അനീഷ്, സാബുമാൻ, അനുമോളായിരുന്നു. മൂന്ന് പേരാണ് ഇത് ഓരോരോ ടാസ്ക് ചെയ്യുന്നത്. പിന്നെ ആര്യൻ, അക്ബറായിരുന്നു. പിന്നെ ഷാനവാസ്, നൂറ, നെവിനായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമിങ്ങിന് ഇവർക്ക് ചെയ്യണം. അതായിരുന്നു അതിൻ്റെ ടാസ്ക്കായി വന്നിട്ട്. 100ക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. കുഴപ്പമില്ലല്ലോ, നമ്മൾ 100ക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ 100 നന്നായി, എല്ലാവരും നന്നായി ചെയ്തു. പറ്റുന്നതും എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. 100ക്കായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് കിട്ടിയത്. പിന്നെ വേറെ മൂന്നാമത്തെ ഒരു ടാസ്ക് കൊടുത്തു കിട്ടാം. അത് അതേപോലെ ഒരു റൗണ്ടായിട്ടൊരു റിങ് പോലെ ഒരു സാധനം ഉണ്ടാകും. കുറച്ച് വെയിറ്റ് തന്നെയാണ്. അത് ബാലൻസ് ചെയ്യണം. അതിലിങ്ങനെ ബോൾ അതിൽ കൂടെ ഇടണം. 3 ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൂടി ഇട്ടിട്ട് ആ റൗണ്ട് ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ആ 3 ഹോൾസിലും ഇടണം. അത് ആര്യനാണ്. 40 സെക്കൻഡിൽ ആര്യൻ അത് ചെയ്തു കഴിഞ്ഞു. അത് അവർക്ക് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനുള്ളിൽ ഇവർ ചെയ്യണം. അത് തന്നെയാണ് അവിടുത്തെ മെയിൻ ടാസ്ക്. 40 സെക്കൻഡിനുള്ളിൽ ആര്യൻ ചെയ്തു കൂട്ടാം. പിന്നെ ആര്യനും അനുവും ആദിലും നൂറയും കൂടിയിട്ട് ഒരു എന്താ പറയണറിയോ, നമ്മൾ ബിഗ് ബോസ് തന്നു, നമുക്കൊരു ടാസ്ക്കാണ് ഇത് തന്നിരിക്കുന്നത്. ഇവർക്ക് നിറയെ തുണിയൊക്കെ ഉണ്ട്, അത്ര വാഷ് ചെയ്യാൻ. അപ്പോൾ ഈ വാഷ് ചെയ്യാൻ ഇവർക്ക് വയ്യ. അപ്പോൾ അതിന് നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ ടാസ്ക്കാണ് തന്നിരിക്കുന്നത്, നമുക്ക് ഇവരോട് പോയിട്ട് ആരെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അവരോട് പോയിട്ട് ഞങ്ങൾക്കൊരു ടാസ്ക്കാണ്, നിങ്ങളിത് ചെയ്യണം എന്ന് പറയാൻ. നമുക്ക് എന്നിട്ട് കോമഡി അടിക്കാം. നിങ്ങൾ ആരും പറയാൻ പാടില്ല, എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോമഡി ഭയങ്കരമായിരുന്നു കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ നന്നായിരുന്നു. നമുക്ക് ഈ ഒരു ടാസ്ക് പോലെ നമുക്ക് ബിഗ് ബോസ് തന്നാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഇവരോടത്തൊക്കെ പറയണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരേ ചിരി. നന്നായിരുന്നു. അത് കാണാനും നമുക്ക് നന്നായിട്ടുണ്ട്. എല്ലാവരും കൂടി ചിരിയും. നുണയല്ലേ ഇപ്പം പറയാൻ പോണത്. നുണ പറഞ്ഞിട്ട് തുണിയൊക്കെ തിരുമ്പിക്കാലോ. അപ്പോൾ അതാണ് ഇവരുടെ മെയിൻ ടാസ്ക്. നമുക്ക് അതിന് പ്ലാൻ ചെയ്യാമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടോപ്പിൽ നിൽക്കുന്നതറിയാം, ലീഡിങ്ങിൽ നിൽക്കുന്നതറിയാം, നൂറയാണ്. ഇപ്പോൾ നൂറ, ആര്യൻ, നെവിൻ. ഇനിയും നിറയെ ഗെയിമും ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി അറിയാൻ പറ്റുമല്ലോ. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും കമൻറ്റും ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.